അനുഭവിച്ചത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടെയൊക്കെ സ്ട്രോങ്ങും ബോൾഡും എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യില്ല, അങ്ങോട്ട് പോവില്ല, അങ്ങനത്തെയൊക്കെ ഒരു എനർജി ചിലരിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആരോടും അറ്റാച്ച്മെൻറ്റ് വേണ്ട. നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് നമ്മൾ എല്ലാവരെയും നോക്കുമ്പോഴും നമ്മൾ അവരെയൊക്കെ ഓരോ സോൾസായിട്ടാണ് കാണുന്നത്. ആ ഓരോ സോൾസിനും ഈ ഒരു വേൾഡിൽ അവരുടെ ലൈഫ് പേർപ്പസിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ ലൈഫ് പേർപ്പസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പേർപ്പസിനെ സപ്പോർട്ട് ചെയ്യാനാണ് മറ്റുള്ള സോൾസിൻ്റെയും ജോബ് എന്നൊക്കെ പറയും. അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് എന്തൊക്കെ ദ്രോഹം ചെയ്തവരോടും നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അത് എൻ്റെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടി ട്രിഗറിങ് തരാനാണ് ആ ഒരു പേഴ്സൺ വന്നത്. അയാൾ എൻ്റെ ലൈഫ് പേർപ്പസിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് ആ ഒരു മനുഷ്യരിൽ നിന്നല്ല ഈ ഒരു 3 ഡയമെൻഷൻ വേൾഡിൽ നിന്ന് മാറി നിങ്ങൾ സോൾ ലെവലിലോട്ട് നിങ്ങൾ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്ന് നമുക്കിങ്ങനെ മറ്റുള്ളവരോടുള്ള ദേഷ്യം, എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോയി, അവരെങ്ങനെ മോന അല്ലെങ്കിൽ മോളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മെസ്സേജസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് തോന്നത്തില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും അങ്ങനെ ഒരു സോളായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആരോടും അറ്റാച്ച്മെൻറ്റ് വെക്കരുത്. ഞാൻ ഓക്കെ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ കൊടുത്തോ, പക്ഷെ തിരിച്ച് നമ്മൾ അതേപോലെ സ്നേഹം പ്രതീക്ഷിക്കാതിരിക്കുകയാണ്. അതാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഉപേക്ഷിച്ച് പോകുന്നല്ല, നമ്മൾ കൊടുക്കാനുള്ള കൊടുക്കുക, പക്ഷെ തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. ആ ഒരു ലെവലിലോട്ട് നമ്മൾ മൈൻഡിനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരോടും സമാധാനത്തോടും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സമാധാനം ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സോൾ ലെവലായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലും നമുക്ക് പറയാനുള്ളത് ഇതൊരു സോൾ ടൈ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ പോകുന്നത്. കാരണം ഇവർക്കിപ്പോൾ നല്ലതുപോലെ നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരണം, നിങ്ങളോട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലാതെ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവണം എന്നൊക്കെ അവർ നല്ലതുപോലെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ ഒരു സോള് അത് ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര കൂളായിട്ടും കെയർ ചെയ്യുന്നില്ലെന്നും അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നും ഒക്കെ കാണിച്ചാലും ഇൻസൈഡ് അവർ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മളോട് ഇവിടെ കാഴ്ചയിലൂടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു മാരേജ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ളൊരു ഫ്യൂച്ചറൊക്കെ അവരെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി സംഭവം ഉണ്ട്. അതായത് ഞാനിതിൽ ഓക്കെ ആണോ, ഫിറ്റാണോ, എനിക്ക് നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള എപ്പോഴും ഉണ്ടാവുന്ന ഒരു